ഒരുപാട് സീരിയലുകളുടെയും സിനിമയിലൂടെയും ഒക്കെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു വ്യക്തിയാണ് നടി ധന്യ മേരി വർഗീസ്. താരത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ സിനിമാ നടി ധന്യ മേരി വർഗീസിന്റെയും ഭർത്തൃ കുടുംബത്തിന്റെയും സ്വത്ത് വിവരങ്ങൾ ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം പട്ടത്തും പേരൂർക്കടയിലുമുള്ള 13 വസ്തുക്കളും ഫ്ളാറ്റുകൾ ഉൾപ്പെടെ ഏകദേശം 1.5 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ധന്യയുടെ ഭർത്തൃപിതാവിന്റെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലാണ് ഇപ്പോൾ നടപടി. 2011 തുടങ്ങിയതാണ് ഈ തട്ടിപ്പ്. നഗരത്തിലെ വിവിധ പ്രോജക്റ്റുകളിലായി 500ഓളം ഫ്ളാറ്റുകളും 20 വില്ലകളും 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നുമായി തട്ടിയെടുത്തത് ഏകദേശം 100 കോടി രൂപയാണ്. അമിത പലിശ നൽകാമെന്ന് പറഞ്ഞ് 30 കോടിയോളം രൂപ കബളിപ്പിച്ചെന്നും കേസുണ്ട്. 2016 ധന്യയും ഭർത്താവ് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഡയറക്ടറും നടനുമായ ജോണിനെയും സഹോദരൻ സാമുവലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ ധന്യയുടെ ഭർത്തൃപിതാവ് ജേക്കബ് സാംസണെ ഇവർക്ക് മുൻപ് തന്നെ അറസ്റ്റിലായിരുന്നു. കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയായിരുന്നു ധന്യ. വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ മൂവരെയും നാഗർകോവിലിൽ നിന്നാണ് അന്ന് പിടികൂടിയത്. ഇപ്പോൾ ധന്യയുടെ പേരിലും മറ്റും ഒരുപാട് സ്വത്തുവകകൾ കണ്ടെത്തിയതോടുകൂടി വീണ്ടും ധന്യയെ ചോദ്യം ചെയ്യിപ്പിക്കുകയും നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുൻപ് ബിഗ് ബോസിൽ ധന്യ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് തന്നെ ഇതുപോലത്തെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, തന്റെ പേരിൽ സ്വത്തുക്കളൊന്നുമില്ല എന്ന തരത്തിലാണ്. പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.